പ്രിയപ്പെട്ട ദേശവാസികളെ, സെമി കണ്ടക്ടറിന്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് നൽകാം. രാജ്യം സ്വാതന്ത്ര്യം നേടിയ ശേഷം തന്നെ ലോകമെമ്പാടും സെമി കണ്ടക്ടറിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. നമ്മുടെ നാട്ടിലും അത്തരം സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സെമി കണ്ടക്ടർ മേഖലയിൽ ഒരു വലിയ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഇന്ന് എന്താണ് അവസ്ഥ? ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത്, ഇന്നത്തെ സാങ്കേതിക വിദ്യയിൽ ഈ മേഖലയുടെ പ്രാധാന്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഏതൊരു ഇലക്ട്രോണിക് വസ്തുവാകട്ടെ, നമ്മുടെ മെഡിക്കൽ ഉപകരണങ്ങളാകട്ടെ, അതുമല്ലെങ്കിൽ നമ്മുടെ ഗതാഗത മാർഗങ്ങളാകട്ടെ, ഇവയിലെല്ലാം തന്നെ ചിപ്പുകൾ അത്യന്താപേക്ഷിതമാണ്. വാസ്തവത്തിൽ ഈ ചിപ്പുകളില്ലാതെ ലോകം തന്നെ നിശ്ചലമായി പോകുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള യാത്രയിൽ ഭാരതം സ്വന്തമായി വലിയ സെമി കണ്ടക്ടർ പ്ലാന്റുകൾ സ്ഥാപിക്കുകയാണ്. 3 സെമി കണ്ടക്ടർ പ്ലാന്റുകളുടെ ജോലികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അവിടെ ഉൽപാദനം നടക്കുന്നുണ്ടെന്നും കയറ്റുമതി ആരംഭിച്ചുവെന്നും എന്നെ അറിയിച്ചിട്ടുണ്ട്. എനിക്ക് രാജ്യത്തെ ജനങ്ങളോട് പറയാനുള്ളത്, വരും 7-8 വർഷത്തിനുള്ളിൽ 7-8 സെമി കണ്ടക്ടർ പ്ലാന്റുകൾ കൂടി ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുകയാണ് എന്നാണ്. ഇത് ആത്മനിർഭർ ഭാരതം, വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നമുക്ക് വലിയൊരു പാത തന്നെ ഒരുക്കി തരികയാണ്. പ്രിയപ്പെട്ട ദേശവാസികളെ, ഇപ്പോൾ ക്രിട്ടിക്കൽ മിനറൽസിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സാങ്കേതിക വിദ്യ മുഴുവനായും ഈ ക്രിട്ടിക്കൽ മിനറൽസിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിലും സ്വയം സുരക്ഷിതരാകാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഭാരതം. ക്രിട്ടിക്കൽ മിനറലിന്റെ ആവശ്യം പൂർണ്ണമായും നിറവേറ്റണം. ഇതിനായി നമ്മൾ നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ ആരംഭിക്കുകയും അതിലൂടെ ഒരു ക്രിട്ടിക്കൽ മിനറൽ കോറിഡോർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പല രാജ്യങ്ങളുമായും കരാറുകൾ ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നിർണായകമായ വിഷയത്തിൽ ലോകത്തിലെ പല രാജ്യങ്ങളും ഇപ്പോൾ ഭാരതത്തിൽ വിശ്വാസമർപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു.